നമസ്കാരം, രാഹുലാണ്. ഞാനിപ്പോൾ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ വീട്ടിൽ ചെറിയ തോതിൽ ചെറിയ ചെടികളൊക്കെ ഇലച്ചെടികളാണ് സാധാരണ ഞാൻ വെക്കാറുള്ളത്. എന്നുവെച്ചാൽ അധികം പരിപാലനം ഇല്ലാതെ പോകുന്നു. അപ്പോൾ മണി പ്ലാന്റിൻ്റെ കുറച്ച് ചെടികൾ പുറത്ത് ഇങ്ങനെ ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂട് കൂട്ടി മുട്ടിയിട്ട് വിരിഞ്ഞ ബുൾബുൾ എന്ന് പറഞ്ഞ ഒരു കിളി, നമ്മുടെ നാട്ടിലൊക്കെ ഇരട്ടത്തല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കിളിയാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് അവരെ കൂട്ടിൽ വന്ന് മുട്ടയിടുക, കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഈ ജനല തുറന്ന ലിവിങ് റൂമിൽ ജനല തുറന്നാൽ തന്നെ അവർ കിളിക്കൂട് കാണാൻ ഒരു വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. ഇണകളായും ചെറുകൂട്ടങ്ങളായൊക്കെ കാണപ്പെടുന്നതാണ് ഇരട്ടത്തലച്ചി അഥവാ ബുൾബുൾ എന്നറിയപ്പെടുന്ന ഈ പക്ഷികൾ. പഴങ്ങളും ചെറുകീടങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ആഹാരങ്ങൾ. ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് പ്രജനനകാലമായിട്ട് വരുന്നത് ഇവരുടെ. ചെറിയ കുറ്റിച്ചെടികൾക്കിടയിലായിട്ട് കോപ്പയുടെ ആകൃതിയിലുള്ള ചെറിയ കൂടുകളാണ് ഇവർ നിർമ്മിക്കാറുള്ളത്. ഇത്തരം കൂടുകൾ മനുഷ്യർ പരിശോധിക്കുന്നതിന് ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറില്ല. മനുഷ്യ സാമീപ്യം കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു എന്നൊരു മട്ടിലാണ് ഇവരുടെ പെരുമാറ്റം. 2-3 മുട്ടകളാണ് സാധാരണ ഇടാറുള്ളത്. പമ്പരത്തിൻ്റെ ആകൃതിയിൽ നല്ല കുങ്കുമ വർണ്ണത്തിലുള്ള അനവധി കുത്തുകളോട് കൂടിയതാണ് മുട്ടകൾ. മുട്ടകൾ വിരിയാൻ 14 ദിവസം എടുക്കും. കുഞ്ഞുങ്ങൾക്ക് 14 ദിവസം പ്രായമായാൽ തള്ളപക്ഷികൾ കൂട്ടിലേക്ക് തീറ്റയുമായി പോകുന്നത് നിർത്തും. പിന്നീട് തീറ്റയുമായി വന്ന് കൂടിനടുത്തുള്ള മരച്ചിലയിലിരുന്ന് ശബ്ദമുണ്ടാക്കി കുഞ്ഞുങ്ങളെ വിളിക്കാറാണ് ചെയ്യുക. ഏറ്റവും ശ്രദ്ധേയമായത്, പലപ്പോഴും വിളി കേട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നില്ലെങ്കിൽ അവ കൂടുതൽ കൂടിനടുത്തേക്ക് ചെന്ന് ശബ്ദമുണ്ടാക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നാലും തീറ്റ കൊടുക്കാതെ കുറച്ചുകൂടി അകലെയുള്ള മരച്ചിലയിലേക്ക് പറന്നു പോകും. 2-3 പ്രാവശ്യം ഇങ്ങനെ അടുത്ത ചില്ലയിലേക്ക് മാറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് പോലുള്ള കൂടുതൽ ഉയരമുള്ള മരങ്ങളിലേക്ക് മാറിയിരിക്കാൻ തുടങ്ങും. ഇങ്ങനെ 5-6 പ്രാവശ്യം മാറിയിരുന്നതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കൂ. ഇത് കുഞ്ഞുങ്ങൾക്കുള്ള പറക്കൽ പരിശീലനം കൂടിയാണ്. തീറ്റ കൊടുത്തു കഴിഞ്ഞ് തള്ളപക്ഷികൾ കുഞ്ഞുങ്ങളുമായി ആകാശത്തേക്ക് പറന്നു പോകും. ശരിക്കും പ്രകൃതിയിൽ നിന്നും നിരീക്ഷണങ്ങൾ നടത്തിയാൽ മനുഷ്യനും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്.